ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിൽ പുതുതായിട്ട് ഒരു പരമ്പര രൂപത്തിൽ ശ്രീ വേദവ്യാസ മഹർഷി രചിച്ച ശ്രീമദ് ഭാഗവതത്തിൻ്റെ അർത്ഥം സഹിതം അന്വയ സഹിതം പഠിപ്പിക്കുവാൻ അല്ലെങ്കിൽ ചൊല്ലുവാൻ ആഗ്രഹിക്കുന്നു. രണ്ട് രീതിയിൽ പറയാനുള്ള കാരണം, പഠിക്കുവാൻ ആഗ്രഹമുള്ളവർക്ക് ആ രീതിയിലുള്ള സഹായങ്ങളും കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് മനസ്സിലാകുന്ന രീതിയിൽ ചൊല്ലുവാനും ശ്രമിക്കുന്നു എന്നതാണ്. നമുക്ക് പരിചയമുള്ളത് എഴുത്തച്ഛൻ്റെ ഭാഗവതമാണ്. വേദവ്യാസ രചിത ഭാഗവതം മൂലഗ്രന്ഥമാണ്. ഈ രണ്ട് ഗ്രന്ഥങ്ങളും അല്ലെങ്കിൽ ഈ രണ്ട് ഭാഗവതങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് ഇനി പറയുവാൻ പോകുന്നത്. വേദവ്യാസ രചിത ഭാഗവതത്തിൽ 12 സ്കന്ധങ്ങളിലായി 18,000 ശ്ലോകങ്ങളാണ് ഉള്ളത്. സംസ്കൃത ഭാഷയിലാണ് മൂല ഭാഗവതം, ആദ്യത്തെ ഭാഗവതം. ധർമ്മം, ഭക്തി, ജ്ഞാനം എന്നിവയിലൂടെ ആഴത്തിലുള്ള ഉപദേശമാണ് തത്വചിന്താപരമായ രീതിയിൽ രചിച്ചിട്ടുള്ള ഈ ഗ്രന്ഥം ഗൗരവമുള്ള സംസ്കൃത ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്. ദാർശനികതയും തത്വചിന്തയും കൂടുതലായി കലർത്തിയാണ് വേദവ്യാസ മഹർഷി ഈ ഭാഗവതം എഴുതിയിരിക്കുന്നത്. എഴുത്തച്ഛൻ്റെ ഭാഗവതത്തിൽ ലളിതമായ മലയാളത്തിൽ ഭക്തി നിറച്ച് എളുപ്പം മനസ്സിലാകുന്ന രീതിയിൽ സാധാരണക്കാർക്ക് വേണ്ടിയാണ് എഴുത്തച്ഛൻ്റെ ഭാഗവതം രചിച്ചിരിക്കുന്നത്. ഭക്തി പ്രചരണമാണ് അടിസ്ഥാന തത്വം. മലയാളികൾക്ക് എളുപ്പത്തിൽ ഭാഗവതം പഠിക്കുവാൻ വേണ്ടി നിർമ്മിച്ചതുകൂടിയാണിത്. കിളി പറഞ്ഞു എന്ന രീതിയിലാണ് ഇതിൻ്റെ അവസാനം വരെയുള്ള പ്രചരണ അല്ലെങ്കിൽ സംസാര രീതികൾ. എന്നാൽ വേദവ്യാസ ഭാഗവതത്തിൽ ഗുരു ശിഷ്യപരമ്പരകൾക്ക് ഉപദേശിച്ച് അല്ലെങ്കിൽ പകർന്നു നൽകുന്ന രീതിയിലാണ് മഹർഷി ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ രണ്ട് ഭാഗവതം തമ്മിലുള്ള, എഴുത്തച്ഛൻ്റെ ഭാഗവതം ആർക്കും വായിക്കാം, എങ്ങനെയും വായിക്കാം. പക്ഷേ വേദവ്യാസരചിത ഭാഗവതത്തിൽ അല്ലെ മൂലഭാഗവതത്തിൽ അങ്ങനെ ഗുരു ശിഷ്യന് പകരുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ പഠിച്ചിട്ട് ചൊല്ലേണ്ടതാണ്. അതിൻ്റെ ഗുണങ്ങളും ഒക്കെ വരാൻ പോകുന്ന ശ്ലോകങ്ങളിൽ ഉണ്ട് താനും. ആദ്യമേ നമുക്ക് ഭഗവാനെ ഒന്ന് പ്രാർത്ഥിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ പ്രഥമസ്കന്ധഃ പ്രഥമോ അധ്യായഃ. ഇഷ്ടദേവതാവന്ദനം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. പഞ്ചാശദ്വർണ്ണരൂപേണ യയാ വ്യക്തമിദം ജഗത് ശബ്ദബ്രഹ്മമയം വാണിം ഭജേതാം പരദേവതാം. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരാജുഹാവ. പുത്രേതി തന്മയതയാ തരവോ അഭിനേദുസ്തം സർവഭൂതഹൃദയം മുനിമാനദോസ്മി. ഇനി ചൊല്ലാൻ പോകുന്ന 3 ശ്ലോകത്തിലൂടെ വേദവ്യാസ മഹർഷി തൻ്റെ പരദേവതകളെ ധ്യാനിക്കുന്ന അല്ലെങ്കിൽ പരമതത്വത്തെ
അല്ലെങ്കിൽ പരബ്രഹ്മത്തെ ധ്യാനിക്കുന്നു ഒന്നാമത്തെ ശ്ലോകത്തിലും. രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭാഗവതമാകുന്ന ഈ മഹത് ഗ്രന്ഥത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഇത് ചൊല്ലുവാൻ അല്ലെങ്കിൽ കേൾക്കുവാൻ പോകുന്ന രസികന്മാർ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഇതിനുള്ളിലെ രസം അല്ലെങ്കിൽ സത്തിനെ അറിയുവാൻ കഴിവുള്ളവരെ, വിശേഷ ഭാവനയിൽ നൈപുണ്യമുള്ള അഭിജ്ഞന്മാരെ, വളരെ ശ്രേഷ്ഠമായ രീതിയിലാണ് ഇത് പഠിക്കുവാനോ അല്ലെങ്കിൽ വായിക്കുവാനോ കേൾക്കുവാനോ ആഗ്രഹിക്കുന്നവരെ വേദവ്യാസ മഹർഷി അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഈ ഭാഗവതരസത്തിൻ്റെ രസമെന്താണ് എന്ന് ചൊല്ലുന്നു. അങ്ങനെ 3 ശ്ലോകങ്ങളാണ് ഇനി ചൊല്ലാൻ പോകുന്നത്. അപ്പോൾ ആദ്യം 3 ശ്ലോകങ്ങൾ ഒരുമിച്ച് ചൊല്ലുകയും അതിനുശേഷം കേൾക്കുവാൻ അല്ലെങ്കിൽ പഠിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കായിട്ട് അതിൻ്റെ അന്വയവും അർത്ഥവും ചൊല്ലി അതിനെക്കുറിച്ച് അതിനുശേഷം അതിൻ്റെ ഉള്ളിലെ കഴമ്പ് അല്ലെങ്കിൽ അന്തസത്ത എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് ഇനി പറയുവാൻ അല്ലെങ്കിൽ ചൊല്ലുവാൻ പോകുന്നത്. ജന്മാദ്യസ്യ യഥോന്യയാതിതരശ്ച അർദ്ധേഷ്വഭിജ്ഞഃ സ്വരാൻ തേനേ ബ്രഹ്മഹൃതായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാം ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി ധർമ്മഃ പ്രോത്സിതകൈതവോത്ര പരമോ നിർമത്സരാണാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോ ഉന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേ അത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തത്ക്ഷണാത്. നിഗമകൽപത്തരോർഗളിതം ഫലം ശൂകമുഖാതമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. ഇങ്ങനെ 3 ശ്ലോകങ്ങളാണ് ഇപ്പോൾ ചൊല്ലിയത്. ഇതിൻ്റെ ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥവും അന്വയവുമാണ് ഇനി പറയുവാൻ പോകുന്നത്. അന്വയത്തിൻ്റെ പ്രത്യേകത ശ്ലോകത്തിൽ എഴുതിയ അതേപോലെ ആയിരിക്കില്ല, പകരം കഥാരൂപത്തിലായിരിക്കും. അല്ലെങ്കിൽ ഏത് വാക്കാണോ ആദ്യമേ പറയുവാൻ ഉദ്ദേശിക്കുന്നത് ആ വാക്കായിരിക്കും ആദ്യമേ വരിക. അതുപോലെ തന്നെ പദച്ഛേദങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ PDF ഒക്കെ ആവശ്യമുള്ളവർ പേഴ്സണലായിട്ട് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ അതിന് ചെറിയ ഫീസൊക്കെ വാങ്ങിക്കുന്നതായിരിക്കും. അതല്ല, എഴുതിയെടുക്കുവാനാണ് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയും ആവാം, തെറ്റൊന്നുമില്ല. എഴുതിയെടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതായത് ഭഗവാന്റെ അനുഗ്രഹം കഷ്ടപ്പെടുന്നവർക്കാണ് കൂടുതൽ ലഭിക്കുക എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ കഷ്ടപ്പാട് നമുക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഭഗവാന്റെ ഒരു നോട്ടമോ അല്ലെങ്കിൽ ഒരു പരീക്ഷണമോ നമ്മളിലുണ്ട്. ഭഗവാന്റെ പരീക്ഷണത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരിക്കലും നമ്മളെ കൈവിടില്ല. നമ്മൾ നശിക്കുമെന്ന് തോന്നിയാൽ പുള്ളി അപ്പോഴേ ആ പരീക്ഷണം അവിടെ നിർത്തും. അപ്പോൾ തോക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുക എന്ന് വേണമെങ്കിൽ ലളിതമായിട്ട് ചിന്തിക്കാം. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട്, എഴുത്തുവായന അറിയില്ല അല്ലെങ്കിൽ കണ്ണിൻ്റെ ബുദ്ധിമുട്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാഹചര്യം മോശമാണെങ്കിൽ മാത്രം എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ അതിൻ്റെ PDF ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നോക്കി ചൊല്ലാൻ എളുപ്പവുമുണ്ടാകും. അപ്പോൾ അന്വയത്തിലേക്ക് കടക്കുന്നു. അസ്യ ജന്മാദി യതഃ, അങ്ങനെ പറഞ്ഞാൽ ഈ ജന്മത്തിൻ്റെ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ജന്മസ്ഥിതി ലയങ്ങൾ, അതായത് ലൈംഗിക പ്രായമാകുക അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ഭേദങ്ങൾ, അങ്ങനെ എല്ലാം ലയം കൂടിച്ചേരലുകൾ യാതൊരുവനിൽ നിന്നാണോ അന്വയാത്
ഇതരതഃ ച. വളരെ ലളിതമായി പറഞ്ഞാൽ വസ്തുക്കളിൽ നിരന്തരമായ ചേർച്ച കൊണ്ടും മറിച്ചുള്ള നില കൊണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിൻ്റെ ജന്മസ്ഥിതി ലയങ്ങൾ, അതായത് ജനിക്കുക, ഇവിടെ നിലനിൽക്കുക, ലയിക്കുക, മരിക്കുക, അങ്ങനെയും ചിന്തിക്കാം. അപ്പോൾ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ വസ്തുക്കളിൽ നിരന്തരമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് യാതൊരുവനിൽ നിന്ന്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനെ അല്ലെ പരബ്രഹ്മ സ്വരൂപത്തെ വണങ്ങുന്ന ഒരു ശ്ലോകമാണ് ഈ ഒന്നാമത്തെ ശ്ലോകം. അതുകൊണ്ടാണ് പരബ്രഹ്മത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് ചിന്തിക്കാം. യഹ അർത്ഥേഷു അഭിജ്ഞഃ. യഹ എന്നതുകൊണ്ട് യാതൊരുവൻ, അർത്ഥേഷു അഭിജ്ഞഃ അതായത് സർവഭൂതങ്ങളിൽ ബോധസ്വരൂപനായിരിക്കുന്നതും, സ്വരാട് അല്ലെങ്കിൽ വിരാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്രകാശിതനായിരിക്കുന്നതും, ഹൃദാ ആദികവയെ ബ്രഹ്മതേനെ സങ്കല്പശക്തിയാൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ചിന്താഗതി കൊണ്ട് ബ്രഹ്മ ആദികവയെ എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവനാണ് വേദത്തെ പ്രകാശിപ്പിച്ച് കൊടുക്കുന്നവോ, അതായത് എല്ലാത്തിലും സ്വപ്രകാശിതനായിരിക്കുന്നതും ആദികവിയായ അല്ലെങ്കിൽ ബ്രഹ്മദേവന് വേദത്തെ ആരാണോ പഠിപ്പിച്ചു കൊടുത്തത്, യത് സൂര്യഃ മുഹ്യന്തി. അതുപോലെ തന്നെ യാതൊരുവൻ്റെ ആരുടെ ആയാലും ശരി വിഷയത്തിൽ വിദ്വാൻമാർ പോലും മൂഢരായി തീർന്നിരിക്കുന്നുവോ, അതായത് ഈ മഹാമുനിമാർ പോലും പരബ്രഹ്മ തത്വത്തെ, അത് എന്താണ്, ഒരു വിരാട് സ്വരൂപമാണ്, അതെന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ല. അതാണ് പറയുന്നത് വിദ്വാൻമാർ പോലും മൂഢരായി തീർന്നിരിക്കുന്നുവോ, എന്താന്ന് കാണിച്ചു തരാൻ അറിയില്ല. അതാണ് യത്ര തേജോ വാര്യമൃതാം വിനിമയഃ യഥാ. യാതൊരുവൻ തേജസ്, വെള്ളം, മണ്ണ് അല്ലെങ്കിൽ പ്രകാശം, വെള്ളം, മണ്ണ് എന്നിവയ്ക്ക് തമ്മിൽ രൂപമാറ്റം ഏതുപോലെയോ അതുപോലെ ത്രിസർഗഃ അമൃഷ 3 വിധം മായാഗുണങ്ങളുടെ സൃഷ്ടി ഉന്മയായി സത്യമായി തോന്നിക്കുന്നവനോ, അതായത് നമ്മുടെയൊക്കെ മനസ്സിൽ പ്രകാശം ഒരു വിധത്തിലും വെള്ളം ഒരു വിധത്തിലും മണ്ണും ഒരു വിധത്തിൽ, ഇത് തമ്മിൽ ഒരു ചേർച്ചയുമില്ല എന്ന പോലെ തന്നെ ത്രിഗുണങ്ങളെ സത്വം, രജസ്, തമസ് പോലെയുള്ള ഗുണങ്ങളെയൊക്കെ വേർതിരിച്ച് എന്ന് വേണേൽ ലളിതമായിട്ട് ചിന്തിക്കാം, രൂപമാറ്റം സംഭവിച്ചു തരുന്നവോ സ്വേന ധാംനാ സദാ നിരസ്ത കുഹകം തൻ്റേതായ മഹിമയാൽ എപ്പോഴും മായാലക്ഷണമായ കാപഠ്യത്തെ തികച്ചും വിട്ടുനിൽക്കുന്ന സത്യം പരം ധീമഹി ശാശ്വതമായ പരമാത്മസ്വരൂപത്തെ നാം, അതായത് വേദവ്യാസ മഹർഷി ധ്യാനിക്കുന്നു. ഇനി അത് നമ്മൾ തന്നെയാകാം. നമ്മളെ അത്രയ്ക്കും സർണയം ചേർത്തിട്ടാണ് മഹർഷി അഭിസംബോധന ചെയ്യാൻ പോകുന്നത് 3-ാമത്തെ ശ്ലോകത്തിൽ. അപ്പോൾ നമ്മൾ ഒരു പരബ്രഹ്മ സ്വരൂപത്തെ, പരബ്രഹ്മമായ സത്യത്തെ അറിയുവാൻ പോവുകയാണ്. അടുത്ത ശ്ലോകത്തിലൂടെ അതിൻ്റെ ക്വാളിറ്റി, അതറിയുവാൻ ശ്രമിക്കുന്നവർക്ക് വേണ്ട ക്വാളിറ്റി എന്തൊക്കെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2-ാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പേ ഒരിക്കൽ കൂടി ശ്ലോകം, 1-ാമത്തെ ശ്ലോകം ഒന്ന് ചൊല്ലാം. ജന്മാദ്യസ്യ യഥോ അന്വയാതിതരശ്ച അർദ്ദേഷു അഭിജ്ഞഃ സ്വരാട് തേനേ ബ്രഹ്മ ഹൃദയ ആദികവയെ മുഹ്യന്തി യത് സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംന സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. അപ്പോൾ ട്യൂണൊക്കെ ഒപ്പിച്ചു ചൊല്ലുക അത് സ്വന്തം കഴിവാണ്, അത് എങ്ങനെയും ആവാം. പക്ഷേ ഈ
സംസാരത്തിൽ അല്ലെങ്കിൽ പ്രയോഗത്തിൽ ഒരിക്കലും തെറ്റ് വരുത്തരുത്. അതിപ്പോൾ നിർത്തേണ്ടടുത്ത് നിർത്തുകയും തുടരേണ്ടടുത്ത് തുടരുകയും ചെയ്യാൻ വേണ്ടിയാണ് അർത്ഥവും അതിൻ്റെ അന്വയവും പറഞ്ഞിരിക്കുന്നത്. അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചോളുക. അടുത്ത രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഗ്രന്ഥമാഹാത്മ്യം, അതായത് ശ്രീ മഹാഭാഗവതത്തെക്കുറിച്ചാണ് പറയുന്നത്. ധർമ്മ പ്രോത്സിത കൈതവോ അത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുധ്യതേ അത്ര കൃതിഭി ശുശ്രൂഷുഭി തത്ക്ഷണാത്. മഹാമുനികൃതേ, മഹാമുനി എഴുതിയ അല്ലെങ്കിൽ മുനിശ്രേഷ്ഠനായ ശ്രീ നാരായണനാൽ ആദ്യമായി സംക്ഷേപ രൂപത്തിൽ രചിക്കപ്പെട്ടതായ അത്ര ശ്രീമദ് ഭാഗവതേ, ഈ മഹാഭാഗവതം എന്ന ഗ്രന്ഥത്തിൽ നിർമത്സരാണാം, മത്സരബുദ്ധിയില്ലാത്ത അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസഹിഷ്ണുത ഇല്ലാത്ത, അതുമല്ലെങ്കിൽ ആരോടും മത്സരമില്ലാത്ത, സദാ എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങളുടെ പ്രോത്സിത കൈതവഹ, ഫലകാംക്ഷയെന്ന കാപട്യം നിശേഷം വിട്ടിരിക്കുന്ന, പരമഹ അത്യുത്തമമായ ധർമ്മവാസ്തവം ശിവദം, ധർമ്മവും പരമാർത്ഥഭൂതവും പരമസുഖപ്രദവും നൽകുന്നതുമായ എന്നാണ്. അപ്പോൾ ഈ ഗ്രന്ഥം പഠിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന, വായിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ട ക്വാളിറ്റിയെക്കുറിച്ചാണ് ഈ വരിയിൽ പറഞ്ഞിരിക്കുന്നത്. അതെന്താണെന്ന് നോക്കാം. അസൂയ പാടില്ല, അതുപോലെ തന്നെ ഫല ആകാംക്ഷ, ഇന്ന ഫലം ഇന്ന് വായിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഫലം കിട്ടും എന്ന ആകാംക്ഷ. ഏത് കാര്യവും നമ്മൾ കലിയുഗത്തിൽ അങ്ങനെയാണല്ലോ, ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ഇപ്പോൾ ലഭിക്കണം എന്നതാണ്. പക്ഷേ വേദവ്യാസ മഹർഷി ഇത് എഴുതിയ ഏതോ ഒരു നൂറ്റാണ്ടിൽ ഏതോ ഒരു കാലത്ത് ഇതിൻ്റെ ഫലം അന്ന് കിട്ടിയണം നിർബന്ധമില്ല. പക്ഷേ ഇപ്പോഴും നമ്മളിത് പഠിക്കുകയോ കേൾക്കുകയോ വായിക്കുകയോ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഫല ഇച്ഛ ഇപ്പോഴല്ല പിന്നെ എപ്പോഴോ ആണ്. അപ്പോൾ ഫലേച്ഛ ഇപ്പോഴില്ലെങ്കിൽ നമുക്കിത് പഠിക്കാൻ തോന്നില്ല എന്ന് സാരം. അതാണ് പറയുന്നത് പ്രോത്സിത കൈതവഹ, ഫലേച്ഛ ആഗ്രഹിക്കാതെ പ്രവർത്തിക്കുന്നവർക്കും മറ്റുള്ളവരുടെ നിർമത്സരാണ്, മറ്റുള്ളവരുമായിട്ട് മത്സരിക്കേണ്ട ഒരാവശ്യവുമില്ല. അപ്പോൾ അങ്ങനെ മത്സരമില്ല. മത്സരമുണ്ടെങ്കിലാണ് നമ്മുടെ മനസ്സിൽ വിഷയങ്ങൾ വരിക, നമുക്ക് ദുഃഖങ്ങൾ വരിക. മറ്റൊരാളെ പോലെ നമ്മളായില്ലല്ലോ, അവർക്കത് കിട്ടിയില്ലേ, നമുക്കിത് കിട്ടിയില്ലല്ലോ, അവരുടെ കുഞ്ഞ് അങ്ങനെയല്ലേ, നമ്മുടെ കുഞ്ഞ് ഇങ്ങനെ ആയല്ലോ എന്ന തോന്നലുകളെല്ലാം മത്സരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നിർമത്സരം, ആരോടും മത്സരമില്ലാത്തവർക്കാണ് ഈ ഗ്രന്ഥം ഗുണങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഫല ഇച്ഛ കൂടാതെ പ്രവർത്തിക്കുന്നവർക്കും ധർമ്മവും പരമാർത്ഥഭൂതവും പരമസുഖപ്രദവും നൽകുന്നു. അങ്ങനെ ചിന്തിച്ചാൽ അതിനുശേഷം പറയുന്നു വാസ്തവം, പരമമായ ജീവിത അർത്ഥം, ജീവിത ലക്ഷ്യം അറിയുവാൻ കഴിയും, പരമസുഖവും ജീവിതാനുഭവവും ലഭിക്കും. വാസ്തവം, ജീവിതം, അതായത് പഠിച്ചു കഴിഞ്ഞ് ഇങ്ങനെ മത്സരബുദ്ധിയില്ലാതെ അല്ലെങ്കിൽ ഫല ആകാംക്ഷയില്ലാതെ ഇത് വായിക്കുകയോ പഠിക്കുകയോ കേൾക്കുകയോ ചെയ്താൽ ജീവിതമാകുന്ന എന്തിനാണ് നമ്മൾ ജനിച്ചത്, ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ കഴിയും. കൂടാതെ ഭാഗവതം പഠിച്ചാൽ, എപ്പോഴും പഠനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാണാപ്പാഠം പഠനം അല്ല കേട്ടോ, വായിക്കുക കേൾക്കുക ഇതെല്ലാം പഠിക്കുന്നതിൻ്റെ ഭാഗമാണ്. അപ്പോൾ വളരെ നന്നായി പഠിച്ചാൽ മറ്റൊരു ഗുണം താപത്രയ ഉന്മൂലനം ഉണ്ടാകുന്നതാണ് എന്നാണ്. ത്രയങ്ങൾ, താപം, നമ്മുടെ മനസ്സിനെ ചൂടാക്കുന്ന അല്ലെങ്കിൽ ടെൻഷൻ വരുത്തുന്ന
മൂന്ന് കാര്യങ്ങളാണ്: ആധ്യാത്മികം, ആദി ദൈവികം, ആദി ഭൗതികം. ആദി ആണ് കേട്ടോ, ആദ്യം ഒന്നാമത്തെ എന്ന വാക്കല്ല, ആദി ആണ്. അപ്പോൾ ഈ മൂന്ന്, ആധ്യാത്മികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അമ്പലത്തിൽ പോവുക, ഭാഗവതം പഠിച്ചാൽ എന്നും അത് വേണം നിർബന്ധമില്ല. അമ്പലത്തിൽ പോകുന്നതിന് തെറ്റൊന്നുമില്ല കേട്ടോ, പക്ഷേ അതിൻ്റെ ആവശ്യകത അവിടെ ഇല്ല. അതാണ് പറയുന്നത്, ആധ്യാത്മികം വേണേൽ കട്ട് ചെയ്യാം. ആദി ദൈവികം, ദൈവികമായി എന്നും പൂജകളും മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യണം. ചില ആൾക്കാർ വീട്ടിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതും വേണം നിർബന്ധമില്ല. ആദി ഭൗതികം, അതുപോലെ തന്നെ കാഷായ വേഷാദി ഭൂഷണങ്ങളൊക്കെ നമുക്ക് ത്യജിക്കാൻ കഴിയും. വാസ്തു അത്രവേദ്യം എന്നാണ് പറയുന്നത്. ജ്ഞാനകാണ്ഡപ്രോക്തമായ ബ്രഹ്മതത്വത്തെ ഈ ഭാഗവതത്തിൽ നിന്ന് അറിയുന്നതാണ്. അപ്പോൾ ഈ മൂന്ന് കൂട്ടം കാര്യങ്ങൾ, മനസ്സിന് താപം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ മനസ്സിന് സന്താപം എന്നോ അല്ലെങ്കിൽ ചൂട് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ പ്രഷർ കൂട്ടുന്ന ഈ മൂന്ന് കാര്യങ്ങളും കട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് കിട്ടുന്നു? ജ്ഞാനം, അറിവ്, ജ്ഞാനകാണ്ഡപ്രോക്തമായ ബ്രഹ്മ, ഈ ബ്രഹ്മതത്വം എന്താണ് എന്ന് അറിയുവാൻ കഴിയും ഈ ഭാഗവതം പഠിച്ചാൽ എന്നാണ്. പരേഹി ഈശ്വരഃ ഹൃദി സദ്യഃ കിം വാ അവരുദ്ധ്യതേ. ഇനി ഒരു കമ്പാരിസണാണ് ഭാഗവതവും മറ്റുള്ള ഗ്രന്ഥങ്ങളും. പരേഹി എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് ഈശ്വരഃ, ഈശ്വരനെ, ഹൃദയത്തിൽ, സദ്യഃ ഉടനെ തന്നെ, കിം വാ അവരുദ്ധ്യതേ അതായത് ഉറപ്പിക്കുവാൻ കഴിയുമോ? അല്ലെങ്കിൽ മറ്റുള്ള ഗ്രന്ഥങ്ങൾ, ഏത് ഗ്രന്ഥമായിക്കോട്ടെ, അതൊക്കെ വായിച്ചാൽ, അല്ലെങ്കിൽ പല പല ബുക്കുകളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഈശ്വരനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുവാൻ കഴിയുമോ? ഇല്ല എന്നാണ് മഹർഷിവര്യൻ പറയുന്നത്. അത്ര ശുശ്രൂഷുഭിഃ കൃതിഭിഃ തക്ഷണാത്. ഈ ഭാഗവതത്തിലാട്ടെ, അത്ര എന്നുകൊണ്ട് ഈ ഭാഗവതത്തിലാട്ടെ ശുശ്രൂഷുഭിഃ എന്നാണ്, അതായത് കേൾക്കുവാൻ, ശ്രവിക്കുവാൻ ആഗ്രഹമുള്ള ഏതൊരാൾക്കും, കൃതിഭിഃ എന്നാണ് പറയുന്നത്, അതായത് കൃതജ്ഞത അല്ലെങ്കിൽ പുണ്യാത്മാക്കൾക്ക്, ചെറിയ ചെറിയ ആൾക്കാർക്കല്ല, അവർ കേൾക്കുന്ന ആരാണോ അവരാണ് പുണ്യാത്മാവ്. തൽക്ഷണാത്, അപ്പോൾ തന്നെ ഈശ്വരൻ ഹൃദയത്തിൽ അവരോധിക്കപ്പെടുന്നു, അല്ലെങ്കിൽ വന്നു കയറുന്നു. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അന്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതിൻ്റെ ഒരു കഴമ്പ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തത്വം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ശ്രീ മഹാഭാഗവതം നന്നായി പഠിച്ചാൽ, മനസ്സിരുത്തി വായിച്ചാൽ, ജീവിതത്തിലെ മനുഷ്യധർമ്മം എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും എന്നതാണ്. ജീവിത ലക്ഷ്യം എന്തെന്നും ജീവിത സുഖം എന്തെന്നും മനസ്സിലാക്കുവാൻ തീർച്ചയായിട്ടും കഴിയും. പക്ഷേ എങ്ങനെയുള്ളവർക്കാണ് കഴിയുക എന്ന് ആദ്യമേ സൂചിപ്പിച്ചു. മത്സരബുദ്ധി പാടില്ല, അസൂയ പാടില്ല, അഹന്ത പാടില്ല. കൂടാതെ മറ്റുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഭാഗവതം വായിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ബ്രഹ്മതത്വത്തെ, അല്ലെങ്കിൽ ഈശ്വര തത്വത്തെ, അല്ലെങ്കിൽ പരബ്രഹ്മ സ്വരൂപത്തെ അറിയുവാൻ കഴിയും. മുനിമാരെല്ലാം ആ സത്യം തേടിയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ മുനിമാരുടെ ആ തലത്തിലേക്ക് എത്തുന്നു എന്ന് വേണമെങ്കിൽ ലളിതമായിട്ട് ചിന്തിക്കാം. അതുപോലെ തന്നെ ഇത് വായിക്കുന്ന, കേൾക്കുന്ന, പഠിക്കുന്ന പുണ്യാത്മാക്കളുടെ ഉള്ളിൽ ഈശ്വരൻ കുടികൊള്ളുന്നു, അല്ലെങ്കിൽ അവരോധിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് വളരെ ലളിതമായ രീതിയിൽ ചിന്തിക്കുവാൻ കഴിയും. അടുത്തതായിട്ട് മൂന്നാമത്തെ ശ്ലോകമാണ്. അപ്പോൾ എങ്ങനെയുള്ളവർക്കാണ് ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുക എന്നുകൂടി പറഞ്ഞു. അടുത്തതായിട്ട് നമ്മളെ ക്ഷണിക്കുക. ഇപ്പോൾ ഓരോ കലാപരിപാടിയൊക്കെ ആണെങ്കിലും സ്വാഗതം ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട് എന്നതുപോലെയാണ്, ഒരാഹ്വാനമാണ് ആചാര്യൻ നമുക്ക് നൽകുന്നത്. നിഗമകൽപ്പതരോർഗളിതം ഫലം ശൂഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. അപ്പോൾ രസികാഃ ഭാവുകാഃ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലയോ രസികന്മാരെ, അല്ലെങ്കിൽ ഒരു വസ്തു കണ്ടാൽ ജ്യോതിഷത്തിലൊക്കെ പറയുന്നുണ്ട് ഊഹാപോഹ പടു എന്ന്.
അപ്പോൾ ഒരാൾക്ക് ജ്യോതിഷിയാകണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു കാര്യത്തെക്കുറിച്ച് ഊഹിക്കുകയും അപഊഹം അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് പിന്നീടും ഊഹിക്കുകയും ചെയ്യുന്ന വ്യക്തികളെയാണ് ജ്യോതിഷി എന്ന് പറയുന്നത്. അപ്പോൾ രസികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗവതമാകുന്ന സത്യത്തിലെ സത്യം കണ്ടെത്തുവാൻ കഴിവുള്ള രസിക അല്ലെങ്കിൽ ഭാവകാഹ, അറിയുവാൻ ശ്രമിക്കുന്നവരെ അല്ലെങ്കിൽ അഭിജ്ഞന്മാരെ, നിഗമകൽപ്പത്തരോഹോ ഫലം ശൂകമുഖാത ആഹോഹോ വികിളിതം എന്നാണ്. നിഗമകൽപ്പത്തരു എന്ന് പറയുന്നത്, നിഗമം എന്ന് പറഞ്ഞാൽ വേദം, കൽപ്പത്തരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽപ്പവൃക്ഷം, ഫലം, അതായത് വേദമാകുന്ന കൽപ്പവൃക്ഷത്തിൻ്റെ, അപ്പോൾ ഈ ഭാഗവതം വേദത്തിൻ്റെ ഭാഗം തന്നെയാണ് എന്ന് ചിന്തിക്കുക. കൽപ്പവൃക്ഷത്തിൻ്റെ കനിയായിട്ടുള്ളതും ശൂക ബ്രഹ്മർഷിയാകുന്ന കിളിയുടെ മുഖത്ത് നിന്നും ഭാഗ്യവശാൽ ശൂകമുഖാത് ആഹോഭവി ഗളിതം എന്നാണ്. ഭാഗ്യവശാൽ താഴോട്ട് ഉതിർന്നു വീണതും വളരെ ഭാവനാത്മകമായ രീതിയിലാണ് ശൂകമഹർഷിയുടെ മൊഴികളിലൂടെ, വാക്കുകളിലൂടെ കിളി പറഞ്ഞു തരുന്നത് പോലെ. അതായത് കിളിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഒരിക്കലും അതായത് ഭക്ഷണം കഴിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റേത് അങ്ങനെ ഇങ്ങനെ ഒന്നുമില്ല, അഹങ്കാരമോ അങ്ങനെ ഒന്നുമില്ല, സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കി മുമ്പോട്ട് പോകുന്ന ഒരു കിളിയാണെന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷേ കിളി മൊഴിയാണ് വളരെ രസമായ രീതിയിൽ, വളരെ സന്തോഷകരമായ രീതിയിൽ, അല്ലെ കിളി പറഞ്ഞു തരുന്നത് പോലെ ഭാഗ്യവശാൽ ഉതിർന്നു വീണതാണ് അമൃതദ്രവ സംയുതം, പരമാനന്ദമാകുന്ന അമൃതരസത്തെ ഉൾക്കൊണ്ടിരിക്കുന്നതുമായ ഭാഗവതം. ഭാഗവതം എന്നു പേരുള്ളതായ രസത്തെ, അതായത് അമൃതരസ സംയുതം ഭാഗവതം രസം, ആലയം, പരമാത്മാവിൽ ലയിച്ച അവസ്ഥയെങ്കിലും, അതായത് മോക്ഷം ലഭിച്ചവരാണെങ്കിൽ കൂടി മുഹുഹു പിബത, വീണ്ടും വീണ്ടും പാനം ചെയ്യുവിൻ എന്നാണ്. വളരെ ശ്രേഷ്ഠമായ രീതിയിലാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിലാണ് അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അതായത് വളരെ ലളിതമായ രീതിയിൽ പറഞ്ഞാൽ, നിങ്ങൾ മോക്ഷം ലഭിച്ച് പരമസത്യത്തിൽ എത്തിയവരാണെങ്കിൽ കൂടി, നമ്മളെല്ലാം തികഞ്ഞവരാണെന്നാണല്ലോ നമ്മുടെ എല്ലാം ധാരണ. അപ്പോൾ അങ്ങനെ തികഞ്ഞവരാണെങ്കിൽ കൂടി, നമ്മൾ പരബ്രഹ്മ സ്വരൂപത്തിൽ ലയിച്ചവരാണെങ്കിൽ കൂടി വീണ്ടും വീണ്ടും അറിയുവാൻ വേണ്ടിയുള്ളതാണ് ഈ ഭാഗവതം. ശൂകമഹർഷിയാകുന്ന കിളിയുടെ മുഖത്ത് നിന്ന് വീണ വേദമാകുന്ന വൃക്ഷത്തിലെ അമൃതഫലത്തെ വീണ്ടും വീണ്ടും രസിക്കൂ, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അറിയൂ, അതിലെ സത്ത് എന്ത് എന്ന് മനസ്സിലാക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 ശ്ലോകമാണ് നമ്മളിന്ന് പഠിച്ചത്. അത് അർത്ഥവും അതിൻ്റെ അന്യവും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. കാരണം എനിക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്, ഗുരുശിഷ്യ രൂപത്തിലാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഏതൊരാൾക്കും മനസ്സിലാകുന്ന രീതിയിലും കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ എഴുതി ആ ശ്ലോകത്തിലെ ഇന്ന വരിയിൽ ഇന്ന എന്താണ്, അതായത് ശ്ലോക നമ്പർ 18,000 ശ്ലോകങ്ങളാണുള്ളത്. അപ്പോൾ 1ാമത്തെ ശ്ലോകം 2ാമത്തെ ശ്ലോകം ഒക്കെ ഉണ്ട്. അപ്പോൾ ഏത് ശ്ലോകത്തിലെ വരികളാണെന്ന് കൂടി എഴുതിയിട്ടാൽ നമുക്കത് ഉപകാരമായിരിക്കും, അല്ലെങ്കിൽ കണ്ടെത്താൻ എളുപ്പമായിരിക്കും. അപ്പോൾ അത് ഒന്ന് മാത്രം ശ്രദ്ധിക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് എഴുതി ചോദിക്കുക. അതല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പറുണ്ട്, വിളിക്കാൻ കമൻറ്റ് എഴുതി ചോദിക്കുന്നതായിരിക്കും ഉത്തമം. കാരണം ഞാനൊരു വൈദികനാണ്. അപ്പോൾ എനിക്ക് ലിമിറ്റഡ് ടൈമുകളുണ്ട്. ജ്യോതിഷം നോക്കാൻ ആൾക്കാരുണ്ടാവും, ആ കൂട്ടത്തിൽ ശാന്തി കഴിക്കണം, ഒക്കെ ഉദരനിമിത്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വിളിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു തടസ്സമായിരിക്കും. പകരം വാട്സാപ്പ് ചെയ്താലും വിരോധമില്ല, സമയം കിട്ടുന്ന പോലെ അതിൻ്റെ റിപ്ലൈ നൽകുന്നതായിരിക്കും. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹവും കൃപാകടാക്ഷങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. നമസ്തേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ.